Hi all, welcome to the online session of Environmental Science and Disaster Management. We are going to discuss the topic solid waste management. ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ തന്നെ എന്താണ് സോളിഡ് വേസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും നമ്മളെ ഡെയിലി ലൈഫിൽ യാത്ര ചെയ്യുന്ന സമയത്തും ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് സോളിഡ് വേസ്റ്റ്. പലയിടത്തും അടിഞ്ഞുകൂടി കിടക്കുന്നതും സോളിഡ് വേസ്റ്റ് പല ചപ്പ് ചവറുകൾ മുതൽ വലിയ വലിയ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് കിടക്കുന്ന കൂനകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് ഫർദർ യൂസ് ഇൻ എ പ്രോസസ് ഈസ് നോൺ ആസ് വേസ്റ്റ് ഫോർ ദാറ്റ് പ്രോസസ്സ്. ഒരു പ്രോസസ്സിൽ അതിന് ഫർദറായിട്ട് വേറൊരു യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ സംബന്ധിച്ചിടത്തോളം അത് വേസ്റ്റാണ്. അവിടെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാം. അവിടെ അത് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ നമ്മൾ മാക്സിമം റീയൂസ് അല്ലെങ്കിൽ യൂസ് ചെയ്യണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് മാക്സിമം കുറയ്ക്കണം. വേസ്റ്റ് ഈസ് എ മിസ്പ്ലേസ്ഡ് റിസോഴ്സ്. ഒരു റിസോഴ്സാണ്, പക്ഷേ അത് മിസ്പ്ലേസ്ഡ് ആയി കിടക്കുകയാണ്. വെൻ ദിസ് വേസ്റ്റ് ഇൻ എ കമ്പാരിറ്റീവ്ലി സോളിഡ് ഫോം ഈസ് നോൺ ആസ് സോളിഡ് വേസ്റ്റ്. അത് സോളിഡ് ഫോമിലുള്ളതിനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഡിറ്റീരിയേറ്റ്സ് ദ എൻവയോൺമെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഇൻ ആൻ ഓഫൻസീവ് മാനർ. പിന്നെ സോളിഡ് വേസ്റ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? അതിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവാം, കൊമേഴ്ഷ്യൽ ഉണ്ടാവാം, ട്രേഡ് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ ഉണ്ടാവാം, അഗ്രികൾച്ചറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ, മൈനിങ് ആക്ടിവിറ്റീസ് ആൻഡ് പബ്ലിക് സർവീസസ്. ഇതിലെല്ലാം വരുന്ന സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയാം. വേസ്റ്റ് ഈസ് എ ടേം ദാറ്റ് മീൻസ് യൂസ്ലെസ്, അൺവാണ്ടഡ് ഓർ ഡിസ്കാർഡഡ് മെറ്റീരിയൽ. യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കാർഡഡ് മെറ്റീരിയലിനാണ് നമ്മൾ വേസ്റ്റ് എന്ന് ജനറലി ടേം ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് സോളിഡ് വേസ്റ്റിൽ? നമ്മൾ നേരത്തെ പറഞ്ഞു മുനിസിപ്പൽ വേസ്റ്റ്, കൊമേഴ്ഷ്യൽ വേസ്റ്റ്, ഗാർബേജിൽ അനിമൽ വേസ്റ്റ്, അതിലിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, നമ്മളെ ഫുഡിൻ്റെ വേസ്റ്റ്, ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ റബ്ബിഷ് ആണ് ഇനോർഗാനിക് വേസ്റ്റുകൾ. ആഷസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, സ്ലഡ്സ് ഫ്രം വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനമായിട്ടുള്ള വെള്ളം. ഇനി എന്താണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്? ടു ഹാൻഡിൽ ദ പ്രോബ്ലം ഓഫ് സോളിഡ് വേസ്റ്റ് ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ ഈസ് നോൺ ആസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മളെ ഈ സോളിഡ് വേസ്റ്റിൻ്റെ ഇതിനെ നമ്മൾ എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ അതുപോലെ സാനിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഈ വേസ്റ്റ് കാരണമാണ് നമ്മളെ ഹ്യൂമൻ ലൈഫിനെ മാത്രമല്ല മറ്റ് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ധാരാളം രോഗങ്ങൾ പടരാൻ കാരണം ഈ വേസ്റ്റ് കുമിഞ്ഞു കൂടി കിടന്ന് അതിൽ എലികൾ, പാറ്റ, കൊതുകുകൾ, ഇതെല്ലാം ഈച്ച, അങ്ങനെ പാത്തോജൻസിനെ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന പല ലിവിങ് ഓർഗാനിസംസും ധാരാളമായി വർദ്ധിച്ച് അത് നമ്മുടെ മനുഷ്യരിലേക്ക് എത്തി അവർക്ക് പല രോഗങ്ങളും കൈമാറാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെയാണ് സോഴ്സ് സോളിഡ് വേസ്റ്റിൻ്റെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനിസിപ്പൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്. അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഇപ്പോൾ ഒരു കൃഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതെല്ലാം വേസ്റ്റാണ്. ഇപ്പോൾ നെല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വൈക്കോല്, അതുപോലെ കരിമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കരിമ്പിൻ്റെ ഷുഗറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കരിമ്പിൻ്റെ ചണ്ടി,
ഇതെല്ലാം വേസ്റ്റാണ്, അഗ്രികൾച്ചറൽ വേസ്റ്റാണ്. മറ്റിപ്പോൾ വാഴയാണെങ്കിൽ വാഴ വാഴക്കുല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീകമ്പോസ് ചെയ്തോ എങ്ങനെയെങ്കിലും നമ്മളത് ഇത് ചെയ്യാൻ മാറ്റണം. പിന്നെ മൈനിങ് ആൻഡ് ക്വാറിയിങ് വേസ്റ്റ്, നമുക്കറിയാം മൈനിങ് സമയത്ത് അല്ലെങ്കിൽ ക്വാറിയിങ് സമയത്ത് ധാരാളം വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ടോപ്പ് സോയിൽ നഷ്ടപ്പെട്ട് അവിടെ കുറേ വേസ്റ്റ് അൺവാണ്ടഡ് ആയിട്ട് കടന്നു വരുന്നുണ്ട്. പിന്നെ എനർജി ജനറേഷൻ വേസ്റ്റ്, നമ്മുടെ പല ടൈപ്പ് എനർജി ജനറേഷൻസ് ഉണ്ട്. അതിൽ പൊല്യൂഷൻ കുറഞ്ഞതുണ്ട്, പൊല്യൂഷൻ കൂടിയാണ്. തെർമൽ പവർ പ്ലാന്റുകളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇത് കത്തിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ധാരാളം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ല, ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. മുനിസിപ്പൽ വേസ്റ്റ്. മുനിസിപ്പൽ വേസ്റ്റിനെ നമ്മൾ സിംപ്ലി MSW എന്ന് പറയും, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഷോപ്പുകളിൽ നിന്ന്, അതുപോലെ വീടുകളിൽ നിന്ന്, മാർക്കറ്റ്, ഓഫീസ്, ഓപ്പൺ ഏരിയ, ഇവിടെ എല്ലാം കിടക്കുന്ന പല വേസ്റ്റുകൾ, അത് പേപ്പർ, പ്ലാസ്റ്റിക്കുകൾ തുടങ്ങി അങ്ങനെ എല്ലാ നമ്മളിപ്പോൾ ഒരു അങ്ങാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന മൊത്തം വേസ്റ്റ്, അതിന് നമ്മൾ മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് മുനിസിപ്പൽ വേസ്റ്റ്. അതിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടാണ് വെജിറ്റബിൾസിൻ്റെയും മീറ്റിൻ്റെയും അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ബാക്കി അവശിഷ്ടങ്ങളുണ്ടാവും. പിന്നെ പേപ്പർ, പ്ലാസ്റ്റിക് ക്യാൻ, ന്യൂസ് പേപ്പർ, ഗ്ലാസ് ബോട്ടിൽസ്, കാർഡ്ബോർഡ്, അലൂമിനിയം ഫോയിൽ, നമ്മളെ ഫുഡൊക്കെ ഇപ്പോൾ ഈ കൊറോണ സീസണിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഫുഡും എല്ലാം പാർസൽ വാങ്ങുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ അത് പാക്കറ്റ് ചെയ്തും പൊതിഞ്ഞും തരുന്ന ധാരാളം വേസ്റ്റുകൾ നമുക്കുണ്ട്. ഇതെല്ലാം മുനിസിപ്പൽ വേസ്റ്റിലാണ് വരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ധാരാളം ഇൻഡസ്ട്രികളുണ്ട്. ഇൻഡസ്ട്രിയിലെ പലതരത്തിലുള്ള കോമ്പോസിഷൻസ് അടങ്ങിയ വേസ്റ്റുകൾ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും ഓരോ ദിവസവും പുറന്തള്ളുന്നുണ്ട്. പല ടൈപ്പ്, അത് സോളിഡായിട്ടുള്ളതിന് നമ്മൾ അതിലെ കാറ്റഗറിയിലാണ് ഇപ്പോൾ പറയുന്നത്. പല മെറ്റീരിയൽസ് ഉണ്ടായിട്ടുണ്ടാവും, പകുതി പ്രോസസ്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും. ഫൈനൽ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, കെമിക്കൽ പ്രോസസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിൽ നിന്നുള്ള വേസ്റ്റ് ഉണ്ടാവും, ആസിഡ്, ആൽക്കലീസ്, മെറ്റാലിക് സ്ലഡ്സ്, അങ്ങനെ ധാരാളം ഇതുപോലുള്ള പല ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള ധാരാളം വേസ്റ്റുകൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ ഗണത്തിലേക്ക് നമുക്ക് കൂട്ടാം. അഗ്രികൾച്ചറൽ വേസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്രോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്രോപ്പിൻ്റെ ബാക്കി റെസിഡ്യൂസ്, അതുപോലെ ആനിമൽ മാന്യൂർ, പിന്നെ എന്തെങ്കിലും രോഗം ബാധിച്ച സസ്യങ്ങൾ അല്ലെങ്കിൽ ചില ക്രോപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് രോഗം ബാധിച്ച് മൊത്തമായിട്ട് നശിച്ചു പോകും. അപ്പോൾ അതെല്ലാം വേസ്റ്റായി മാറി. കാരണം പൂർണ്ണ വിളവെത്താതെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അത് വേസ്റ്റായി മാറി. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും ഒഴിവാക്കണം, അത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കമ്പോസിഷൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം വേസ്റ്റായി മാറി, കാരണം ഒരു യൂസ്ലെസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് മെറ്റീരിയലായി മാറി. പിന്നെ നമ്മുടെ ഇതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നപ്പോൾ ഒരു വിളക്ക് വേണ്ടി ഉപയോഗിച്ച അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്ത പല കാര്യങ്ങളും അത് അടുത്ത കൃഷിയിലേക്ക് അത് പറ്റില്ല, അടുത്ത സീസണിൽ വേറെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതും വേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൽ അഗ്രികൾച്ചറൽ വേസ്റ്റിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് വരുന്നത് മൈനിങ് ആൻഡ് ക്വാറിയിങ് വേസ്റ്റ്. മൈനിങ്ങിൻ്റെ സമയത്ത് നമുക്കറിയാം ധാരാളം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ടോപ്പ് സോയിൽ ഉണ്ടാവും, റോക്ക് ഉണ്ടാവും, അതുപോലെ ഡേർട്ട് ഉണ്ടാവും. പിന്നെ ധാരാളം മിനറൽസ് നമ്മുടെ ഇതിലേക്ക് നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ധാരാളം മിനറൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോസസ്സും ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന പല വേസ്റ്റുകൾ. ഇത്രയാണ് നമുക്കറിയാം മൈനിങ്. നമ്മൾ ഒരു ക്വാറി എവിടെയൊക്കെ ഇതാക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറേ പ്ലാന്റുകൾ വെട്ടി പിന്നെ ഫുള്ള് തുരന്ന് നമ്മളവിടെ ഫുള്ളായിട്ട് വേസ്റ്റുകൾ തന്നെയാണ് പിന്നെ കുറേ ഉണ്ടാക്കുന്നത്. കുറേ നമ്മൾ വേറെ ഇതിനെ ഉപയോഗിച്ച് അത് സീറോ വേസ്റ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ ടെക്നോളജിയുടെ വിജയമാണ്. എനർജി പ്രൊഡക്ഷൻ വേസ്റ്റ് നമ്മൾ പറഞ്ഞു. എനർജി പ്രൊഡക്ഷൻ ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റുകളിൽ ഡീസലോ അല്ലെങ്കിൽ കോളോ ഒക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ആഷ് ആണ് ഏറ്റവും മേജറായിട്ട് വരുന്ന ഒരു വേസ്റ്റ്. അതുപോലെ മറ്റ് പവർ പ്ലാന്റുകളിൽ നിന്ന്, ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നാണെങ്കിലും ധാരാളം ന്യൂക്ലിയർ വേസ്റ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ എനർജി പ്രൊഡക്ഷൻ വേസ്റ്റിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹസാർഡസ് വേസ്റ്റിൽ നമ്മൾ എപ്പോഴും പറയാറ് ഹസാർഡസ് ആണ് എപ്പോഴും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒന്ന് ഉണ്ടാവുന്നത്. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൽ നിന്ന് ഉണ്ടാവുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ നമ്മൾക്ക് എപ്പോഴും ഹസാർഡസ് ആണ്. അതുപോലെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മറ്റ് ഹ്യൂമൻ ഹെൽത്തിനെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ അല്ലെങ്കിൽ മറ്റ് ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതെല്ലാം ഹസാർഡസ് വേസ്റ്റുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി കൺട്രോൾ മെഷേഴ്സ് ഓഫ് അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അതിൽ 6 പ്രോസസ്സാണ് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് ഇറ്റ്സ് മിനിമൈസേഷൻ അറ്റ് ദ സോഴ്സ്. വേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് സോഴ്സിൽ വെച്ച് തന്നെ മിനിമൈസ് ചെയ്യാം. രണ്ടാമത് പറയുന്നത് കളക്ഷൻ, സെഗ്രിഗേഷൻ ആൻഡ് സ്റ്റോറേജ് അറ്റ് ദ സൈറ്റ് ഓഫ് കളക്ഷൻ. നമ്മൾ വേസ്റ്റുകൾ ഇങ്ങനെ വാരി വെതറി അല്ലെങ്കിൽ അലക്ഷ്യമായി ഇടാതെ അത് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഡംപ് ചെയ്ത് നമ്മൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇൻസിനറേറ്റ് ചെയ്യാനോ എന്തിനാണോ വേണ്ടത് അത് കളക്ട് ചെയ്ത് വെക്കുക. മൂന്നാമത് ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ സോഴ്സിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്കത് അല്ലെങ്കിൽ അത്ര ആളുകൾ താമസിക്കാത്ത അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തതുപോലെ ട്രീറ്റ്മെൻറ്റ്, പല ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മളത് അതിൻ്റെ ആ വേസ്റ്റിൻ്റെ എഫക്റ്റുകൾ കുറയ്ക്കുക. ചിലത് ട്രീറ്റ്മെൻറ്റിലൂടെ പ്രോസസ്സ് ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ കംപ്രസ് ചെയ്ത് അതിൻ്റെ വോളിയം കുറച്ച് നമുക്കത് ട്രീറ്റ് ചെയ്യാം. പിന്നെ എനർജി റിക്കവറി, നമുക്ക് മാക്സിമം എനർജി യൂട്ടിലൈസേഷൻ, അത് വേസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം പല അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്ഥലത്തെ ഒരു പ്രോസസ്സിൻ്റെ വേസ്റ്റ് മറ്റൊരു പ്രോസസ്സിന് അത് റോ മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഡിസ്പോസൽ, നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് കറക്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിടില്ല, അത് കറക്റ്റായിട്ട് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് അവിടെ പോയി ശരിക്കും അതിൻ്റെ ഇതനുസരിച്ച് ഡിസ്പോസ് ചെയ്യാം. എനർജി റിക്കവറി ആൻഡ് ഡിസ്പോസൽ, അതിൽ നമ്മൾ നോൺ ഹസാർഡസ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് മിക്ക കേസിലും നമ്മൾ ഒന്നെങ്കിൽ കത്തിക്കും, ഇൻസിനറേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ കമ്പോസ്റ്റിങ്ങിന് വിധേയമാക്കും അതിൻ്റെ, അല്ലെങ്കിൽ അത് എവിടെയും കൊണ്ടുപോയി ലാൻഡ്ഫിൽ ഡംപ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കാര്യമാണ് എനർജി റിക്കവറി ആൻഡ് ഡിസ്പോസൽ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ മെത്തേഡുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ വരുന്നതാണ് പല ടൈപ്പ് ഇൻസിനറേഷൻ, പിന്നെ ലാൻഡ്ഫില്ല്, കമ്പോസ്റ്റിങ്, വെർമി കമ്പോസ്റ്റിങ്, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിലെ കമ്പോസ്റ്റ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇൻസിനറേഷൻ. നമ്മൾ എല്ലാ പ്ലാന്റുകളുടെ അടുത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരു ഇതാണ് ഇൻസിനറേഷൻ പ്രോസസ്സ് എന്നുള്ളത്. ഒരു ഇൻസിനറേറ്റർ ഉണ്ടാവും. ആ ഇൻസിനറേറ്ററിൽ വെച്ചിട്ട് നമ്മൾ എന്നാൽ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള എന്നാൽ കത്തുന്ന നല്ല ഫാസ്റ്റ്ലി കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ശരിക്കും ഈസിലി കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കത്തിച്ച് കളയാണ്. അതാണ് അത് നല്ല ടെമ്പറേച്ചറിൽ ഒരു ക്ലോസ്ഡ് കണ്ടീഷനിൽ വെച്ച് അല്ലെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മളത് കത്തിച്ച് ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ടാവും, എയർ പൊല്യൂഷന് കാരണമാവും. എന്നാലും ഈ വേസ്റ്റ് കുമിഞ്ഞ് കൂടി കിടക്കുന്നതിനേക്കാളും ഇത് അതിൻ്റെ വോളിയം കുറയും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റുകളും വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റുകളും നമുക്ക് കുറയ്ക്കാൻ കഴിയും. പക്ഷേ ഇതൊരിക്കലും ലോ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ സ്ലോ ബേണിംഗ് പ്രോസസ്സിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ പല ഹസാർഡസ് ഗ്യാസും എമിറ്റ് ചെയ്ത് എയർ പൊല്യൂഷൻ്റെ കാഠിന്യം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇൻസിനറേറ്റർ ഒരു വലിയ ഇതിനകത്ത് നല്ല ടെമ്പറേച്ചർ കൊടുത്ത് മുഴുവനായിട്ട് കത്തിച്ച് കളഞ്ഞ് അതിൻ്റെ ചാരം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് കമ്പഷൻ നടത്തണം. ഇതാണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. രണ്ടാമത് പറയുന്നത് ലാൻഡ്ഫിൽ. The most common and easy way of disposal of solid waste is a dumping on land. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുക. അത് എല്ലായിടത്തും വലിച്ചെറിയാതെ കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത്
അത് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മൾ ഇത് ചെയ്തിട്ട് അവിടെ ആൾ താമസമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അത്ര എഫക്റ്റുകൾ ഉണ്ടാവില്ല എന്ന് കരുതുക ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് ഡംപ് ചെയ്യുക. ഡംപ് ചെയ്ത് കഴിയുമ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അവിടെ ഈ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊതുക്, മറ്റ് എലി, ഇതുപോലത്തെ മറ്റ് ഈച്ച, ഇതുപോലെ രോഗങ്ങൾ പടർത്തുന്ന പല ഓർഗാനിസംസ് അവിടെ, ബാക്ടീരിയാസും ഇതെല്ലാം അവിടെ നിറഞ്ഞ് ഇത് നമ്മളെ വെള്ളത്തിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആൾ താമസമില്ലാത്ത അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ലാൻഡ് ഫില്ല് നടത്തണം എന്നുള്ളത്. ഇനി പറയുന്നത് കമ്പോസ്റ്റിംഗ് ആണ്. കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പല ഭക്ഷണത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, അതുപോലെ ഹ്യൂമൻ വേസ്റ്റ്, അതുപോലെ മറ്റ് മൃഗങ്ങളുടെ എക്സ്ക്രീറ്റ, ഇതെല്ലാം കാറ്റിൽ ഡങ്, ഇതെന്നെല്ലാം നമുക്ക് അതെല്ലാം, അല്ലെങ്കിൽ പച്ചക്കറി എന്നുള്ള വേസ്റ്റ്, ഫ്രൂട്ട് എന്നുള്ള വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇതാക്കിയിട്ട് കമ്പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡീഗ്രഡേഷൻ സംഭവിച്ച് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് കാര്യം അവിടെ നടക്കുന്നുണ്ട്. കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വേസ്റ്റ് ഡീഗ്രഡേഷനും നടക്കുന്നുണ്ട്, വേസ്റ്റിൻ്റെ റെഡ്യൂഷനും നടക്കുന്നുണ്ട്. നമുക്കത് നല്ല ഫെർട്ടിലൈസറായിട്ട്, ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതുപോലത്തെ ഇതൊക്കെ ആഡ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി കമ്പോസ്റ്റിങ്ങിൽ തന്നെ വേറൊരു ഇതാണ് വെർമി കമ്പോസ്റ്റിംഗ്, നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രത്യേക തരം മണ്ണിരകൾ ഇത് ചെയ്തിട്ട് മണ്ണിരകൾ ഈ വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യാൻ കൂടുതൽ സഹായിക്കുന്നു. അങ്ങനെ മണ്ണിരകൾ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അവർ കഴിച്ച് അവർ പുറന്തള്ളുന്ന എക്സ്ക്രീറ്റ ഇത് നല്ലൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറേ വൈറ്റമിൻസും എൻസൈംസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ വെർമി കമ്പോസ്റ്റിൻ്റെ അതിൻ്റെ റിച്ച് സോഴ്സാണ് ഈ എൻസൈം ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത്. അപ്പം ഭയങ്കര നല്ല ഒരു ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ പെട്ടെന്ന് കമ്പോസിഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് വെർമി കമ്പോസ്റ്റിംഗ്. ഇനി മനുഷ്യനെയും എൻവയോൺമെൻറ്റിനെയും എങ്ങനെയാണ് സോളിഡ് വേസ്റ്റ് ബാധിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈസ്, മോസ്കിറ്റോസ്, റോഡൻസ്, റാറ്റ്, ഇതുപോലത്തെ ഇതെല്ലാം അതിൻ്റെയൊക്കെ കൂടും, എണ്ണം കൂടും. അത് ഒരു രോഗങ്ങൾ വെള്ളത്തിലൂടെയും മറ്റ് ഇതിലൂടെയും നമുക്ക് പരത്താനുള്ള ചാൻസ് ആവും. ഹ്യൂമൻ ഹെൽത്തിന് ഭയങ്കര ഒരു ത്രെട്ടാണ് സോളിഡ് വേസ്റ്റ്. പിന്നെ അതുപോലെ എൻവയോൺമെൻറ്റിനെ നമ്മളൊരു സ്ഥലത്ത് ലാൻഡ് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു, അപ്പോൾ അത്രയും ഭൂമി നഷ്ടപ്പെടുകയാണ്. ആ ഭൂമി പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ആവുകയാണ്. അങ്ങനെ കുറേ, അപ്പോൾ എൻവയോൺമെൻറ്റിനെയും മറ്റ് ആവാസ വ്യവസ്ഥകളെയും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. മനുഷ്യനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. അതുപോലെ ഈ സോളിഡ് വേസ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ജലസ്രോതസ്സുകൾ മുഴുവൻ, ഇപ്പോൾ പുഴയായാലും നമ്മൾ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ധാരാളം സോളിഡ് വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയത് കടൽ തീരത്തും ഒക്കെ നമ്മൾ കണ്ടതാണ് ധാരാളം. അപ്പോൾ ഈ സോളിഡ് വേസ്റ്റിൻ്റെ ഈ ഡംപ് ചെയ്ത് ഇത് ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് ഓൺ ലോക്കൽ എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്നാൽ uncontrolled spread of solid waste and wastewater in valleys, watercourses and along roads negatively affect the economic activities such as those related to tourism development and ecotourism by reducing the attractivity of these areas. നമുക്കറിയാം, നമ്മളറിയാതെ നമുക്ക് കിട്ടുന്ന എക്കണോമിയെ പോലും നമ്മൾ ഈ പൊല്യൂഷൻ, നമ്മളൊരു പൊല്യൂട്ടഡായ ഏരിയയിലേക്ക് ടൂറ് പോകാൻ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സ് നമ്മൾ വരില്ലല്ലോ ടൂറിസം ഏരിയയിലേക്ക്. അപ്പോൾ നമ്മളെ ഭൂമി അല്ലെങ്കിൽ നമ്മളെ ഏരിയ, നമ്മളെ മനോഹരമായ ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എക്കണോമി പോലും നമുക്ക് കുറയാൻ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ അവിടെ ഉണ്ടാവുന്ന, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഫോറസ്റ്റിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കുകൾ ഇതൊന്നും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര നിയമം കർശനമാണ്. അപ്പം എന്താ അതിൻ്റെ കാര്യം, അവിടെ ധാരാളം മൃഗങ്ങൾ ഉണ്ട്, അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഇത്തരം റൂൾസുകൾ കൊണ്ടുവന്നിട്ടുള്ളത്.
പിന്നെ എന്താണ് നമ്മുടെ ജലസ്രോതസ്സിലേക്ക് ഇത് എത്തും ഈ വേസ്റ്റ്. അങ്ങനെ നമ്മുടെ ജലസ്രോതസ്സും അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോസസ്സ് ഇതെല്ലാം നമുക്ക് മലിനമാവാൻ തുടങ്ങും. അപ്പം മൊത്തത്തിൽ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിനെയും അതുപോലെ എക്കണോമിക് സെക്ടറിനെയും ഒക്കെ ഇൻഡയറക്ട്ലി ഇത് ബാധിക്കുന്നുണ്ട്. ഈ ഒരു സോളിഡ് വേസ്റ്റ് എന്നുള്ള എല്ലാ പൊല്യൂഷനും ബാധിക്കുന്നുണ്ട്, അതോടൊപ്പം ഇത് മെയിനായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.